ടി എ മുജീബ്, അതിലൊരു പ്രതികരണമാകാം. നിങ്ങളോട് കോൺഗ്രസ് നൽകിയ ഉറപ്പ് എന്താണ്? ഇപ്പോൾ കോൺഗ്രസ് അനുവർത്തിക്കുന്ന നയം എന്താണ്? മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള നയം, അത് പരസ്യമായി നേരത്തെ കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞതുപോലെ തന്നെ കേരളത്തിന്റെ മുഖ്യമന്ത്രി നേരത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന കാലഘട്ടത്തിൽ തന്നെ മുനമ്പം ഭൂമി വക്കം ഭൂമി അല്ല എന്ന നിലപാട് സ്വീകരിച്ചിട്ടുള്ള ഒരു നേതാവാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി. ആ നിലപാട് തന്നെയാണ് എറണാകുളം DCC പ്രസിഡന്റിന്റെയും ഇവിടുത്തെ അൻവർ സാദത്ത് MLA ഉൾപ്പെടെയുള്ള, അതേപോലെ തന്നെ കോൺഗ്രസിന്റെയും UDFന്റെ ഘടകകക്ഷികളായിട്ടുള്ള മുഴുവൻ സംവിധാനങ്ങളും ആ നിലപാട് തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത്. നേരത്തെ ചർച്ചയിൽ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ, എന്നാൽ വഖഫ് നിയമ ഭേദഗതിയെ ഞങ്ങൾ പാർലമെന്റിലും അതേപോലെ തന്നെ മുഴുവൻ എല്ലാ രീതിയിലും എതിർക്കുമെന്ന് പറഞ്ഞിട്ടുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെന്റ് കേരളം ഭരിക്കുമ്പോൾ ആ ഗവൺമെന്റ് കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പ് ഇവിടെ നിലവിലുള്ളപ്പോൾ BJPയുടെ നേതാവായിട്ടുള്ള ഷോൺ ജോർജ് നേരത്തെ സെക്ഷൻ 14 ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ 2 മുസ്ലിം പ്രതിനിധികളെ നേരത്തെ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം, ഞാൻ ഇടതുപക്ഷ ഗവൺമെന്റിനെയോ അതല്ലെങ്കിൽ മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇടതുപക്ഷ സർക്കാർ എടുത്തിട്ടുള്ള നിലപാടുകളെയോ പിന്തുണക്കുന്നില്ല. ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് വഞ്ചനാപരമായിട്ടുള്ള സമീപനമാണ് ആ വിഷയത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്ന് ഞാൻ സൂചിപ്പിക്കുന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചു വന്ന വിഷയം, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിലെ UDFന്റെ നേതൃത്വം എടുക്കപ്പെട്ടുള്ള സമീപനം തെറ്റായിരുന്നു. ഇപ്പോൾ അതിലെ ഈ പറയപ്പെടുന്ന കേരളത്തിന്റെ ഗവൺമെന്റ് UDFന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് കേരളം ഭരിക്കുമ്പോൾ BJPയുടെ നേതാവായിട്ടുള്ള ഷോൺ ജോർജ് കൊടുക്കപ്പെട്ടിട്ടുള്ള ഹർജിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടതിയിൽ വാദം കേൾക്കുമ്പോൾ അവിടെ ഈ സമൂഹത്തിന് വേണ്ടി സമുദായത്തിന് വേണ്ടി നിലകൊള്ളേണ്ടെന്ന് പറയുമ്പോൾ ഇവിടുത്തെ ന്യൂനപക്ഷ വിഭാഗത്തിന്റെ ഈ പറയപ്പെടുന്ന വഖഫ് സംരക്ഷണത്തിന് വേണ്ടി നിലകൊള്ളേണ്ട ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഗവൺമെന്റ് അഭിഭാഷകൻ പറഞ്ഞത്, ഞങ്ങളും ഈ പറയപ്പെടുന്ന നിലപാട് തന്നെയാണ് ഞങ്ങൾക്കുള്ളത്. ഈ പറയപ്പെടുന്ന ആ ഹർജിക്കാരൻ കൊടുത്തിട്ടുള്ളതനുസരിച്ച് കൊണ്ട് വഖഫ് ബോർഡിനെ പുനഃസംഘടിപ്പിക്കപ്പെടണം, പിരിച്ചു വരണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെയും അഭിപ്രായമെന്ന് കോടതിയിൽ, അത് ഏതെങ്കിലും ഒരു BJP നേതാവോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പൗരനോ കൊടുക്കപ്പെട്ടിട്ടുള്ള ഹർജിയിന്മേൽ കോടതിയുടെ മുന്നിൽ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തപ്പെട്ട പബ്ലിക് പ്രോസിക്യൂട്ടറായിട്ടുള്ള ഗവൺമെന്റ് അഭിഭാഷകൻ പറയുന്നു ഞങ്ങളുടെ നിലപാടും അത് തന്നെയാണ് എന്ന് പറയുമ്പോൾ കോടതിയെ സംബന്ധിച്ചിടത്തോളം കോടതിയുടെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലുള്ളൊരു ഇടക്കാല വിധി ഉണ്ടായില്ലെങ്കിൽ മാത്രമേ അത്ഭുതമുള്ളൂ. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾക്ക് സൂചിപ്പിക്കുവാനുള്ളത്, കേരളം ഭരിക്കുന്ന ഗവൺമെന്റിന് ഏതെങ്കിലും വോട്ട് ബാങ്ക് സംരക്ഷിക്കുന്നതിന് വേണ്ടി ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെയോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും കോർപ്പറേറ്റ് ഈ പറയപ്പെടുന്ന റിസോർട്ട് മാഫിയകൾക്കോ വേണ്ടി സംസാരിക്കേണ്ടതില്ല. അവിടെ മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം സമുദായത്തിനോടും ഈ പറയപ്പെടുന്ന ഗവൺമെന്റിന് ബാധ്യതയുണ്ട്. മുസ്ലിം സമുദായത്തിന്റെ വിശ്വാസപരമായിട്ടുള്ള ഇത്തരത്തിലുള്ള വഖഫ് ഭൂമികൾ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഗവൺമെന്റ് നിലപാട് സ്വീകരിക്കേണ്ടതുണ്ട്. ആ ഗവൺമെന്റിനെ താങ്ങി നിർത്തിയിട്ടുള്ള 10-22 MLA-മാരുള്ള ഗവൺമെന്റിന്റെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ UDFന്റെ രണ്ടാമത്തെ കക്ഷിയായ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രതിനിധിയാണ് വഖഫ് ബോർഡ് വഖഫ് മന്ത്രി. ആ വഖഫ് മന്ത്രി തന്നെ ഇന്നലെ പത്രസമ്മേളനത്തിൽ പറഞ്ഞത്, ഞങ്ങളും ആ നിലപാട് തന്നെയാണുള്ളത്, വഖഫ് ബോർഡിനെ പിരിച്ചുവിടണം എന്നുള്ള അഭിപ്രായമുള്ളത്. ആ കൊടുത്തിട്ടുള്ള ഹർജികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങളും ആ നിലപാടാണ് സ്വീകരിക്കുന്നത് എന്ന് പറയുമ്പോൾ, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് നേതൃത്വം മാത്രമല്ല ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷനും അതേപോലെ തന്നെ ഇന്നത്തെ വ്യവസായ വകുപ്പ് മന്ത്രിയും മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയുമായിട്ടുള്ള PK കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ളവരും അതേപോലെ തന്നെ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറിയും ഇപ്പോൾ അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടറായിട്ടുള്ള നമ്മുടെ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ ഉൾപ്പെടെയുള്ളവരൊക്കെ എടുക്കപ്പെട്ടിട്ടുള്ള നിലപാട് ഞങ്ങൾ തുറന്നു തന്നെ സംസാരിക്കുകയാണ്. ആ വിഷയത്തിൽ മുസ്ലിം സമുദായത്തിന്റെ സംരക്ഷകരായി നിൽക്കേണ്ട ആ വേര് തന്നെ വിളവ് തിന്നുന്നു എന്ന് പറഞ്ഞതുപോലെ തന്നെ ചങ്ങലക്ക് ഭ്രാന്ത് പിടിച്ചു എന്ന് പറയുന്നത് പോലെ ആ നേതൃത്വങ്ങൾ തന്നെ ഈ സമുദായത്തോട് വഞ്ചന കാണിച്ചിട്ടുണ്ട്. ഈ സമുദായത്തിന്റെ കൂടി വോട്ട് വാങ്ങിക്കൊണ്ട്, മുസ്ലിം സമുദായത്തിന്റെ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് വാങ്ങിക്കൊണ്ട് അധികാരത്തിൽ വന്ന VD സതീശന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ഇവിടെ കാണിച്ചിട്ടുള്ളത് മുസ്ലിം സമുദായത്തോട് വഞ്ചനാപരമായിട്ടുള്ള സമീപനമാണ്. BJPയുടെ അതേ നയം തന്നെയാണ് കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ ഈ ഗവൺമെന്റിന്റെ പബ്ലിക് പ്രോസിക്യൂട്ടർ എടുക്കപ്പെട്ടുള്ള തീരുമാനം. അത് കോടതിയുടെ ഭാഗത്തുനിന്ന് ഒരു ഇടക്കാല വിധി ഉണ്ടായിട്ടുണ്ടെങ്കിലും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ മുന്നിലേക്ക് കേസ് പോയിട്ടുണ്ട്. ഇതിന്റെ ഒരു അന്തിമ വിധി ഈ പറയപ്പെടുന്ന നിലപാടുകൾക്ക് വിരുദ്ധമായിരിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു.